നിങ്ങൾ ഐക്യപ്പെടുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിമാനവും സ്നേഹവും സന്തോഷവുമാണ്. 12ാം ക്ലാസ് കഴിഞ്ഞ ഞാൻ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. ചെറുപ്പക്കാരികളും ഇനി പറയേണ്ടത്, ഞങ്ങൾ തന്നെ അവനെ നേരിട്ട് കാണുകയും കേൾക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തെ എവിടെ പോയാൽ എന്റെ ബോധ്യത്തിൽ നിന്ന് ആരെയും ബോധ്യപ്പെടുത്താനില്ല, എന്റെ വ്യക്തിപരമായ ബോധ്യത്തിൽ നിന്ന് വിശ്വാസം ജീവിക്കാൻ, മിഷണറിമാരാകാൻ ഞങ്ങൾ തയ്യാറാകുന്നു. ഇന്ന് സാധാരണ സുവിശേഷത്തിൽ ഞായറാഴ്ചകൾ വായിക്കുന്ന ഭാഗമല്ല, പ്രത്യേകം തെരഞ്ഞെടുത്ത ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടി വായിച്ചത്. അത് നിങ്ങളെല്ലാം മിഷണറിമാരായിട്ട് ഐക്യപ്പെടുന്നു എന്നുള്ള അവബോധത്തോടെയാണ് അത് വായിച്ചത്. ശിഷ്യന്മാർ അങ്ങനെ ഐക്യപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് തനിക്ക് പ്രിയപ്പെട്ടവരെ വിളിച്ച് തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗം. 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വചനങ്ങൾ അതേക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്ത് വിളിച്ച് അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. തന്നോട് കൂടി ആയിരിക്കണം പ്രസംഗിക്കാൻ ഐക്യപ്പെടുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം ലഭിക്കുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഇതുപോലെ നിങ്ങൾ ദൈവിക പദ്ധതിയിലാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. നമ്മൾ മഹാഭൂരിഭാഗവും ക്രൈസ്തവരായ മാതാപിതാക്കൾക്ക് ജനിക്കുന്നു. കുഞ്ഞുനാൾ മുതൽ നമ്മെ കുരിശു വരയ്ക്കാനും പ്രാർത്ഥന ചെയ്താനും പഠിപ്പിക്കുന്നു. വീടുകളിൽ മാതാപിതാക്കളുടെ പരിശീലനം തുടരുന്നു. പിന്നീട് സ്കൂളിൽ ക്ലാസ്സുകളിൽ പോകുന്ന പോലെ തന്നെ ഞായറാഴ്ചകളിൽ വിശ്വാസ പരിശീലനത്തിനായിട്ട് പള്ളിയിൽ ദിവ്യബലിയിൽ അതോട് ചേർന്നുള്ള ക്ലാസ്സുകളിൽ പോകുന്നു. ഇത് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതിയാണ്. തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുക്കിലേക്ക് ഈശോ വിളിക്കുന്നതിൻ്റെ സൂചനയാണത്. ഇന്ന് നിങ്ങൾ ഐക്യപ്പെടുന്നവരായിട്ടാണ് ഇവിടെ ഈ സുവിശേഷ വചനം ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചു. കർത്താവ് നിങ്ങൾ വിശ്വാസത്തിൽ പക്വത പ്രാപിച്ചു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ സ്ഥൈര്യലേപനം സ്വീകരിക്കുമ്പോൾ ഇത് തന്നെയാണ് നടക്കുന്നത്. സഭ ഔപചാരികമായി സ്ഥൈര്യലേപനം കൂതാശ നൽകുന്നത് തന്നെ നിങ്ങൾ വിശ്വാസത്തിൽ പക്വത പ്രാപിച്ചു എന്നുള്ള ബോധ്യത്തോടെയാണ്. ആ പക്വതയിലുള്ള വീണ്ടുമുള്ള വളർച്ചയാണ് ഈ ക്ലാസ്സുകളിലൂടെ നടക്കുക. നിങ്ങൾ ഐക്യപ്പെടുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിമാനവും സ്നേഹവും സന്തോഷവുമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പഠിപ്പിച്ച 2 അധ്യാപകർക്കും താഴെ ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾക്ക് പരിശീലനം നൽകിയവർക്കും പല വികാരിച്ചന്മാരെയും കൊച്ചന്മാരുടെയും കീഴിലായിരുന്നു നിങ്ങൾ. ഈ വർഷങ്ങൾ അത്രയും നിങ്ങൾ നേടിയെടുത്തതും ഈ വർഷങ്ങൾ അത്രയും സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ കുടുംബത്തിലെ മാതാപിതാക്കളുടെ സഹോദരങ്ങളിലൂടെ എല്ലാം സ്വന്തമാക്കിയ വിശ്വാസ പരിശീലനത്തിൻ്റെ മികവ് ഇനി ജീവിതത്തിൽ വ്യക്തമായി പ്രകടിതമാകാൻ പോവുകയാണ്. ചിലപ്പോൾ തമാശയായിട്ട് പറയുന്നതാണ്, അത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രം. കുട്ടികൾ വേദപാഠത്തിന് നിരക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടില്ലേ? ഏറ്റവും കുഞ്ഞുങ്ങൾ നഴ്സറി പഠിക്കുന്നത് ഏറ്റവും മുൻപിൽ, അതിന് പുറകിൽ അടുത്ത ക്ലാസ്, അങ്ങനെ 12ാം ക്ലാസ് ഏറ്റവും പുറകിലായിരിക്കും. ഇന്ന് ആരോ എന്നോട് തമാശ പറഞ്ഞ പോലെ, അപ്പൊ ഇന്ന് പിള്ളേരെയൊക്കെ പള്ളിക്ക് പുറത്താക്കാണ് എന്തെന്നു. 12ാം ക്ലാസ് കഴിയുമ്പോൾ അഴിക്ക് നിങ്ങൾ ഏറ്റവും പുറകിലാവും, പള്ളിയുടെ പുറത്താകും എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയും പറയാലോ വേണമെങ്കിൽ. ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ചിലരെ കാണാറുണ്ട് പള്ളിക്ക് പുറത്ത്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഏറ്റവും മുൻപിൽ കുഞ്ഞുങ്ങൾ വന്നു നിൽക്കുന്നത് കൊണ്ട് അവരുടെ ടീച്ചേഴ്സ്, മാതാപിതാക്കള് അവരെ കൊണ്ടുവന്ന് നിർത്തുന്നതുകൊണ്ടാണ്. ഇനി നിങ്ങൾ നിൽക്കേണ്ടത് അങ്ങനെയല്ല.
ആരെങ്കിലും കൊണ്ടുവന്നതിന്റെ പേരിലല്ല. ആ സമറിയാക്കാരി സ്ത്രീ ഈശോയെ കണ്ടതിന് ശേഷം ഗ്രാമത്തിൽ പോയി പറഞ്ഞല്ലോ, വരാനിരിക്കുന്ന മിശിഹ അവന് ഞാൻ കണ്ടു, നിങ്ങളും വന്ന് കാണുവിൻ. ഗ്രാമങ്ങളിൽ നിന്ന് സമറിയക്കാര് കൂട്ടമായിട്ട് യേശുവിനെ കാണാൻ കിണറിന്റെ അടുക്കലേക്ക് വന്നു. യേശു അവരോട് വചനം പ്രസംഗിച്ചു. യേശുവിനെ കേട്ട് കഴിഞ്ഞപ്പോ അവര് സമറിയക്കാരോട് പറഞ്ഞു, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നത് നീ പറഞ്ഞതുകൊണ്ടല്ല, ഞങ്ങൾ തന്നെ അവൻ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. 12ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ചെറുപ്പക്കാരെന്ന് വിളിക്കുകയാണ്, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇനി പറയേണ്ടത്, ഡിഷി ടീച്ചർ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു, പ്രിൻസി സിസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഞാൻ കേട്ടിരുന്നു. അങ്ങനെയല്ല, ഞങ്ങൾ തന്നെ അവനെ നേരിട്ട് കാണുകയും കേൾക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തെ എവിടെ പോയാലും എന്റെ ബോധ്യത്തിൽ നിന്ന്, ആരെയും ബോധ്യപ്പെടുത്താനില്ല, എന്റെ വ്യക്തിപരമായ ബോധ്യത്തിൽ നിന്ന് വിശ്വാസം ജീവിക്കാൻ, മിഷണറിമാരാകാൻ ഞങ്ങൾ തയ്യാറാകുന്നു. എന്റെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ വരെ ത്യജിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഞാൻ കർത്താവിനെ കണ്ടു, ഞാൻ അവരിൽ വിശ്വസിക്കുന്നു, അവരെ ഞാൻ അനുഭവിക്കുന്നു. പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും മാത്രമേ എന്ന് പ്രഖ്യാപിക്കാൻ തക്ക വിധത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട അനുഭവങ്ങളുമായിട്ട് നിങ്ങൾ ലോകത്തിലേക്ക് എവിടേക്ക് വിട്ടാലും ഞങ്ങൾക്ക് ഭയമില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ കുറിച്ച് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. പല വിധത്തിലുള്ള സ്വഭാവങ്ങളുള്ളവരാ എല്ലാ മനുഷ്യരും, നിങ്ങളും അങ്ങനെ തന്നെയാണ്. ചിലരെ കുഴപ്പന്മാരായിട്ട് ചിലപ്പോൾ തോന്നും, അതിപ്പോഴാണ്. പക്ഷെ ഈ ഗ്രൂപ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് അവർ ജീവിക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ ഇതൊക്കെ മാറും. ചിലപ്പോൾ നമ്മളതിന് ഏറ്റവും മോശക്കാരൻ കുഴപ്പക്കാരെന്ന് പറഞ്ഞവരായിരിക്കും ഏറ്റവും മിടുക്കന്മാരും പിടിക്കുക. കാരണം ജീവിതത്തിന്റെ ഈ പ്രതിസന്ധികളുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമ്മൾ സ്ഫുടം ചെയ്യപ്പെടുക. ഈ സ്വർണം ഉലയിൽ ഉരുക്കിയെടുക്കുന്നത് പോലെ, സ്വർണം നമുക്കറിയാം തങ്കത്തിൽ ചെമ്പ് ചേർത്തതാണ് സ്വർണം. ആ ചെമ്പിന്റെ എന്തുമാത്രം അത് കൂടുന്നുണ്ടോ അതനുസരിച്ച് സ്വർണത്തിന് കാരറ്റ് കുറഞ്ഞു വരും. 916 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും സ്വർണം തങ്കമായി എന്നാണ്. തങ്കം ആയിരിക്കുന്നത് പോലെ നിങ്ങളെ സംബന്ധിച്ച് ഇനി ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടാണ് നിങ്ങൾ വിശ്വസിച്ചതും ഏറ്റുപറഞ്ഞതും പഠിച്ചതും നിങ്ങൾ പരീക്ഷിച്ചു നോക്കി സ്ഫുടം ചെയ്യപ്പെടുന്നത്. അങ്ങനെ സ്ഫുടം ചെയ്യപ്പെട്ട് തനി തങ്കമായി ദൈവത്തിന്റെ മുമ്പിൽ വിശ്വാസത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരായി ഈ ലോകത്ത് നിങ്ങളെ കാണണം. ഞാൻ എപ്പോഴും ഈ വടക്കേന്ത്യയിൽ കുറച്ച് നാളുണ്ടായിരുന്നതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്ന ഒരു വാചകവും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ലോകത്തിലേക്ക് ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും പല ഭാഗങ്ങളിലേക്ക് പോകുന്നവരെല്ലാവരും മൈഗ്രന്റ് മിഷണറിമാരാണ്. മൈഗ്രൻസ് നമ്മൾ പറയും, അയക്കപ്പെടുന്നവർ, ദൂരേക്ക് പോകുന്നവര്. ഇമിഗ്രൻസ് ഇങ്ങോട്ട് വരുന്നവരാണ്, മൈഗ്രൻസ് പുറത്തേക്ക് പോകുന്നവരാണ്. അങ്ങനെ മൈഗ്രൻസ് ആയിട്ട് നമ്മളിപ്പോ ജർമ്മനിക്ക് പോണു, USA പോണു, സ്വിറ്റ്സർലൻഡിന് പോണു, ഓസ്ട്രേലിയക്ക് പോണു, UK പോണു, അയർലൻഡിൽ പോകുന്നു. പിള്ളേര് തന്നെ ഇപ്പൊ പോകണ്ട് പഠിച്ച്. അവര് പോകുമ്പോ അവർ ഒറ്റയ്ക്കല്ല പോകുന്നത്, അവർ കർത്താവിനെയും കൊണ്ടാ പോകുന്നത്, അവർ പ്രേക്ഷിതരായിട്ടാ പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് മിഷണറിമാരെന്ന് പറയുന്നത് വെള്ളമെടുപ്പിട്ടവരും സന്യാസ വസ്ത്രം കിട്ടവരും മാത്രമാണ് തെറ്റിദ്ധാരണ പാടില്ല. എല്ലാ ക്രൈസ്തവരും മിഷണറിമാരാണ്. ജോലിക്കായിട്ടോ പഠനത്തിനായിട്ടോ വിദേശവാസനായിട്ടോ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവും കൊണ്ടാണ് പോകുന്നത്. അതിന് നിങ്ങൾ സ്നേഹിക്കുകയും സ്വന്തമാക്കുകയും അതനുസരിച്ച് നിങ്ങൾ അവിടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രേക്ഷിതത്വം. ഇനി നിങ്ങൾക്ക് വെല്ലുവിളികൾ ഉണ്ടാകും. എന്താണ് എനിക്കും ഈശോയിൽ വിശ്വസിക്കുന്ന എനിക്കും വിശ്വസിക്കാതെ ഒരുവനും തമ്മിലുള്ള ജീവിതത്തിലെ വ്യത്യാസം എന്നുള്ളത് ലോകം തിരിച്ചറിയപ്പെടാൻ പോകുന്നത് നിങ്ങൾ തീരുമാനം എടുക്കുന്ന വേളയിലാണ്. സ്നേഹത്തിനും സത്യത്തിനും നീതിക്കും കാരുണ്യത്തിനും എല്ലാം
മുൻതൂക്കം കൊടുത്ത് തീരുമാനമെടുക്കാൻ പ്രാപ്തി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ക്രൈസ്തവരാണ്, ഈശോയുടെ ശിഷ്യരാണ്. നിയമത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നവര് യേശു ശിഷ്യരെന്ന് വിളിക്കാൻ പറ്റില്ല. വ്യക്തിബോധ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട നീചന്മാരെ, നിത്യന്മാരെ, നിങ്ങൾക്ക് ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു. നിങ്ങൾ ഇനിയും വിശ്വാസ പരിശീലനം കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇനി പഠിക്കണം, സംശയങ്ങൾ ചോദിക്കണം, വചനം വായിക്കണം. നിങ്ങൾക്ക് ബൈബിൾ തരുന്നുണ്ട്. ബൈബിൾ തരുന്നത് ദൈവവചനം നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും, നിങ്ങളുടെ വഴികൾ പ്രകാശവുമാകണം. ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഈ കവറിട്ട് വെച്ചിരിക്കുന്ന ബൈബിള് അതേപോലെ തന്നെ ഇരിക്കും. അപ്പൊ എന്ത് കവർ ഇതുവരെ പൊട്ടിച്ചില്ലല്ലോ? അല്ല, അത് പൊടിയാകാതിരിക്കാൻ വേണ്ടിയാണ്. അച്ഛനൊക്കെ വന്ന് കാണുമ്പോ പൊടിയാകാത്ത ബൈബിളല്ല കാണേണ്ടത്. നിരന്തരം വായിച്ച് വായിച്ച് ധ്യാനിക്കുന്ന കുടുംബത്തില് അങ്ങനെ ഒരു പൊടിയും പറ്റാതിരിക്കുന്ന പൊടി അങ്ങനെ ഇരിക്കുന്ന ബൈബിൾ അല്ലാതെ ഉപയോഗിക്കുന്ന ബൈബിളാന്ന് തോന്നണം. അപ്പൊ നിങ്ങൾക്ക് ബൈബിൾ തരുന്നത് സൂക്ഷിച്ചു വെക്കാനല്ല, ഉപയോഗിക്കാനാണ്. കൂടെ ഒരു ക്രൂശിത രൂപം കൂടി തരുന്നുണ്ട്. ക്രൂശിത രൂപം തരുന്നത് വിശ്വാസത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ക്രൂശിതനോട് കൂടി നിന്ന് ആ പ്രതിസന്ധികൾ അതിജീവിച്ച് ജീവൻ ത്യജിക്കേണ്ടി വന്നാലും കർത്താവിനെ വിട്ടുപിരിയാതെ ജീവിക്കാനുള്ള തീരുമാനമെടുക്കാൻ പ്രാപ്തി ക്രൂശിതനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ക്രൂശിത രൂപവും ആ രീതിയിൽ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ഉപയോഗത്തിന് നിങ്ങളുടെ മേശപ്പുറത്ത്, നിങ്ങൾ വായിക്കുന്നിടത്ത്, നിങ്ങൾ യാത്ര ചെയ്യുന്നിടത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് നല്ല ഭാവി നേരുന്നു. നിങ്ങൾ വിശ്വാസ പരിശീലനം തുടരുക. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്.